ഇന്ന് ഓഗസ്റ്റ് 9 എല്ലാ വെള്ളിയാഴ്ചകളിലും പോലെ ഇന്ന് ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. 12 OTT റിലീസ് അപ്ഡേറ്റുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തേത് ഗോളം എന്ന മലയാളം ത്രില്ലർ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഇന്നലെ പ്രേക്ഷകരെ അറിയിച്ചതുപോലെ ഇന്ന് സിനിമ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ പരാജയപ്പെട്ടെങ്കിലും മികച്ച അഭിപ്രായങ്ങളോടൊപ്പം തന്നെ മികച്ച കളക്ഷൻ എല്ലാം തന്നെ നേടിയെടുത്ത ഒരു ലോ ബഡ്ജറ്റ് സിനിമ കൂടിയാണ് ഗോളം. രണ്ടാമത്തേത് ബോളിവുഡിൽ നിന്നുള്ള ഫിർ ആയി ഹസീൻ ദിൽ റുബ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. തപ്സി പനു നായികവേഷത്തിലെത്തിയ ഹിന്ദി സിനിമ ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്തിരിക്കുകയാണ്. ചിത്രം പ്രതീക്ഷിച്ചതുപോലെ ഹിന്ദിക്ക് പുറമെ തമിഴ്, തെലുഗു, ഇംഗ്ലീഷ് ഭാഷകളിൽ കൂടി ഇപ്പോൾ ലഭ്യമാണ് എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. മൂന്നാമത്തേത് ഇന്ന് OTT റിലീസ് ചെയ്ത ഗ്യാര ഗ്യാര എന്ന C5 ഡയറക്റ്റ് OTT സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ഈ ടൈം ട്രാവൽ സീരീസ് ഇപ്പോഴത്തെ ഹിന്ദി ഭാഷയിൽ മാത്രം C5 ലഭ്യമാക്കിയിരിക്കുകയാണ്. 7G ദി ഡാർക്ക് സ്റ്റോറി എന്നൊരു തമിഴ് സിനിമ കൂടി ഇന്ന് ഓഗസ്റ്റ് 9 ആഹ തമിഴ് OTT പ്ലാറ്റ്ഫോമിലൂടെ തമിഴ് ഭാഷയിൽ മാത്രം റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് OTT റിലീസ് ചെയ്ത ഏറ്റവും പുതിയ ഹിന്ദി സീരീസാണ് ലൈഫ് ഹിൽ ഗയി. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ സീരീസ് മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യൻ ഭാഷകളിൽ ലഭ്യമാണ് എന്ന് അറിയിച്ചുകൊള്ളട്ടെ. അടുത്ത അപ്ഡേറ്റ് നടന്ന സംഭവം എന്ന മലയാളം സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ബിജു മേനോൻ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ പ്രധാന റോളുകളിലെത്തിയ സിനിമ ഇന്നേ ദിവസം OTT റിലീസ് ചെയ്ത മലയാളം പ്രധാനപ്പെട്ട സിനിമയാണ്. മനോരമ മാക്സിലൂടെയാണ് സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയൂ. വീഡിയോയിലെ 7ാമത്തെ അപ്ഡേറ്റ് ഇന്ന് OTT റിലീസ് ചെയ്തൊരു തെലുഗു സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ദി ബർത്ത്ഡേ ബോയ് എന്നാണ് സിനിമയുടെ പേര്. ചിത്രം ആഹ തെലുഗു OTT പ്ലാറ്റ്ഫോമിലൂടെയാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്ത ഏറ്റവും പുതിയ വിദേശ സിനിമയാണ് വൺ ഫാസ്റ്റ് മൂവ്. ചിത്രം ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമാണ് പ്രൈമിലൂടെ റിലീസ് ചെയ്തിരിക്കുന്നത്. ഇന്നേ ദിവസം OTT റിലീസ് ചെയ്തൊരു പ്രധാനപ്പെട്ട തമിഴ് സിനിമയാണല്ലോ ഇന്ത്യൻ 2. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ വൻ പരാജയമായ ശങ്കറിന്റെ കമലഹാസൻ നായകനെത്തിയ സിനിമ ഇപ്പോഴത്തെ നെറ്റ്ഫ്ലിക്സിൽ മലയാളം ഉൾപ്പെടെ 4 ഇന്ത്യൻ ഭാഷകളിൽ ലഭ്യമാണ്. ഹിന്ദിയിൽ പിന്നീട് നെറ്റ്ഫ്ലിക്സിലൂടെ സിനിമ റിലീസ് ചെയ്യും. ഇതിനിടയിൽ തിയേറ്ററുകളിൽ ആദ്യം റിലീസ് ചെയ്ത 3 മണിക്കൂർ വെർഷനല്ല OTTയിൽ നിലവിൽ ലഭ്യമാക്കിയിരിക്കുന്നത്. 2 മണിക്കൂർ 45 മിനിറ്റാണ് സിനിമയുടെ നെറ്റ്ഫ്ലിക്സ് പതിപ്പിന്റെ ദൈർഘ്യം. ഒരാഴ്ച മുന്നേ ബോളിവുഡിൽ നിന്നും ആമസോൺ പ്രൈമിലൂടെ റിലീസ് ചെയ്ത ചന്തു ചാമ്പ്യൻ ഇപ്പോഴത്തെ റെന്റ് ഓപ്ഷനിൽ അല്ലാതെ ഇന്ന് മുതൽ ലഭ്യമാക്കിയിരിക്കുകയാണ്. ഒപ്പം ഹിന്ദിക്ക് പുറമെ തമിഴ്, തെലുഗു ഭാഷകളിൽ കൂടി സിനിമ ലഭ്യമാക്കിയിരിക്കുന്നു എന്നാണ് ഇന്നേ ദിവസം പ്രധാനമായിട്ടും പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായ ഒരു ഹിന്ദി സിനിമ കൂടിയാണ് ചന്തു ചാമ്പ്യൻ. അടുത്തതും ഒരു വിദേശ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ക്രിയേഷൻ ഓഫ് ദി ഗോഡ്സ് 1 കിങ്ഡം ഓഫ് സ്റ്റോംസ് എന്ന സിനിമയാണ് ഇപ്പോഴത്തെ ജിയോ സിനിമ OTT പ്ലാറ്റ്ഫോമിലൂടെ ഹിന്ദി, തമിഴ്, തെലുഗു, ഇംഗ്ലീഷ് ഭാഷകളിൽ റിലീസ് ചെയ്തിരിക്കുന്നത്. വീഡിയോയിൽ അവസാനത്തെ അപ്ഡേറ്റ് 12ാമത്തെ അപ്ഡേറ്റും ഒരു വിദേശ സിനിമയുടേതാണ്. ദി ഹങ്കർ ഗെയിംസ് എന്ന സിനിമ ആമസോൺ പ്രൈമിലൂടെ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുഗു ഭാഷകളിൽ സിനിമ ലഭ്യമാണ്. അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള OTT റിലീസ് അപ്ഡേറ്റുകൾ കേട്ട്.